ശ്രീ രാജു പി നായർ, ജനസംഖ്യാനുപാതികമായിട്ടാണ് മണ്ഡല പുനർനിർണയം നടത്തുന്നത് എങ്കിൽ കേരളത്തിന് 20-ൽ നിന്ന് 23 സീറ്റുകൾ വർദ്ധിക്കൂ, തമിഴ്നാടിന് 38-ൽ നിന്ന് 51 വർദ്ധിക്കൂ, അതേസമയം മഹാരാഷ്ട്രയ്ക്ക് അത് 79 ആയി വർദ്ധിക്കും. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രോ റേറ്റ റേഷ്യോ അതനുസരിച്ചാണെങ്കിൽ കേരളത്തിന് 30 ആവും, തമിഴ്നാടിന് 59 ആവും, മഹാരാഷ്ട്രയ്ക്ക് 72 ആവുള്ളൂ. ഉത്തർപ്രദേശിന് 150 ആവേണ്ടത് 120 ആയി നിജപ്പെടുത്താൻ കഴിയും. എന്തിനത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം പോവാതിരിക്കാൻ ബി.ജെ.പിക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ മേൽക്കൈയില്ല, അല്ലെങ്കിൽ വലിയ സ്വാധീനമില്ല. എന്നിട്ടും ഈ ഒരു പ്രശ്നത്തെ കേന്ദ്ര സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നുണ്ടല്ലോ. ആ അഡ്രസ്സ് ചെയ്യുന്നു എന്ന ഘടകം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഈ 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചുള്ള അതേ നമ്പറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന പ്രശ്നം അവിടെ നിൽക്കുന്നു. ഏത് സർക്കാരിനായാലും ഇനി ജനസംഖ്യാനുപാതികമായി അല്ലെങ്കിൽ അതുകൂടി കണക്കിലെടുത്തിട്ടുള്ള ഡീലിമിറ്റേഷൻ വേണ്ട എന്ന ചോദ്യം വരുന്നു. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും നടന്നിട്ടുണ്ടല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഡീലിമിറ്റേഷൻ നടക്കുമ്പോൾ തിരുവിതാംകൂറിൽ സീറ്റ് കുറയുകയും മലബാറിൽ സീറ്റ് കൂടുകയും ചെയ്തല്ലോ. അതെന്തുകൊണ്ട്? സാമൂഹ്യ പുരോഗതി കൂടുതൽ. ഇപ്പൊ കേരളത്തിൽ സാമൂഹ്യ പുരോഗതി കൂടുതലാണ് ഉത്തർപ്രദേശിനേക്കാൾ എന്ന് പറയുന്നത് പോലെ സാമൂഹ്യ പുരോഗതി കൂടുതലുള്ള ഇടങ്ങളിൽ, ജനസംഖ്യ കുറഞ്ഞ ഇടങ്ങളിൽ സീറ്റ് കുറഞ്ഞത് സ്വാഭാവികമായ കാര്യമാണ്. ആരും വന്ന് എതിർത്തില്ലല്ലോ. ഇതൊരു സ്വാഭാവിക നടപടിക്രമമായി കൂടി കാണേണ്ടി വരില്ലേ? കേവല രാഷ്ട്രീയം മാത്രമാണോ അതിൽ? അഭിലാഷ് പറയുന്നത് മുഴുവൻ ഇന്ന് നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും രേഖകളോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിലോ ഭാഗമല്ലാത്ത ഒരു പ്രപ്പോസലിനെ കുറിച്ചാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു, നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തീരുമാനമെടുത്താൽ നാളെ ഈ നാടിനെ വഞ്ചിച്ചതിൽ പ്രതിപക്ഷം കൂടി പങ്കാളിയാവുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അത് വിട്ടു. അതിനു മുമ്പ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ വിട്ടു. ഒന്ന്, 96-ന് ശേഷം എന്തുകൊണ്ട് വനിതാ സംവരണം നടപ്പാക്കിയില്ല? ഈ ഗോപാലകൃഷ്ണന് രാഷ്ട്രീയത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണോ? 96-ൽ വന്നതിന് ശേഷം അത് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണല്ലോ. അതിനുശേഷം ഗവൺമെൻറ്റുകൾ എത്രമാത്രം മാറി? അതിന് 5 വർഷം വാജ്പേയിയുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാജ്പേയിയെ നിങ്ങൾ അതിനകത്ത് കൂട്ടിയോ? നരേന്ദ്രമോദിയാണ് ഇന്ത്യ കണ്ടുപിടിച്ചതെന്ന് അത്രമാത്രം ഒന്നും സീരിയസ് ആയിട്ട് ശ്രീ ഗോപാലകൃഷ്ണൻ ചിന്തിച്ചു പോരുത്. വാജ്പേയി ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ 96 മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു 18 വർഷത്തെ ചരിത്രം എടുത്താൽ അതിനകത്തെല്ലാം ന്യൂനപക്ഷ ഗവൺമെൻറ്റുകളായിരുന്നു. ഞാൻ മറുചോദ്യം ചോദിക്കട്ടെ ശ്രീ ഗോപാലകൃഷ്ണനോട്. 2014-ൽ 303 സീറ്റ് നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? അല്ല, 273 സീറ്റ് നിങ്ങൾക്കുണ്ടായിരുന്നില്ല. ആബ്സല്യൂട്ട് മെജോറിറ്റി ബി.ജെ.പിക്ക് മാത്രം ഉണ്ടായിരുന്നില്ലേ? പിന്നെ 2019-ൽ 303 സീറ്റ് കിട്ടിയത്. 2024-ലാണല്ലോ നിങ്ങൾ പിന്നീട് 240-ലേക്ക് കുറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഭേദഗതി കൊണ്ടുവരുന്നതെന്നുള്ള മറുവശമാണ്. നിങ്ങൾക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരുന്ന 10 വർഷം നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? കോൺഗ്രസിലെ ഗവൺമെൻറ്റുകൾ ന്യൂനപക്ഷ ഗവൺമെൻറ്റുകളായിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? ആ ചോദ്യത്തിനാണ് ഗോപാലകൃഷ്ണൻ ഉത്തരം പറയുന്നത്. അല്ലാണ്ട് 18 വർഷത്തെ മൈനോറിറ്റി ഗവൺമെൻറ്റും വാജ്പേയിയുടെ ഗവൺമെൻറ്റും ഉൾപ്പെടെയുള്ള കാലഘട്ടത്തെക്കുറിച്ചല്ല, അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരുന്ന 10 വർഷത്തെക്കുറിച്ച് പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുകയാണ് സീറ്റ് കൂടുന്നതുകൊണ്ട് ബി.ജെ.പിക്ക് മാത്രമാണോ? ശ്രീ ഗോപാലകൃഷ്ണൻ 2024-ലെ ഉത്തർപ്രദേശിലെ ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് വിധി ഒന്നെടുത്തത് പഠിച്ചാൽ മതി. അങ്ങനെ ആ തെറ്റിദ്ധാരണ അങ്ങ് മാറിക്കോളും. അല്ല, ആണോ ഇന്ത്യ ഹൃദയ മേഖലയിൽ സീറ്റ് കൂടുന്നതുകൊണ്ട് ബി.ജെ.പിക്ക് മാത്രമാണ്? അല്ല, ഞാൻ പറയട്ടെ അഭിലാഷ് ഞാൻ പറയട്ടെ. അങ്ങനെ ഗോപാലകൃഷ്ണൻ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ 2024-ലെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഗോപാലകൃഷ്ണൻ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ശേഷം ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇനി അതിനുശേഷം അത് ഉണ്ടാക്കില്ല. എന്താ പ്രശ്നം അതല്ല ബി.ജെ.പി ജയിക്കുമെന്നുള്ളതല്ല. പ്രശ്നം ഈ പറയുന്ന മേഖലയ്ക്കപ്പുറത്തുള്ള ദക്ഷിണേന്ത്യയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ പ്രാതിനിധ്യം കുറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതല്ലാതെ ബി.ജെ.പിക്ക് സീറ്റ് കിട്ടുമോ കോൺഗ്രസിന് സീറ്റ് കിട്ടുമോ എന്ന് നോക്കിയിട്ടല്ല ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാഷ്ട്രീയത്തിന്, ഒരു രാജ്യത്തിൻ്റെ ഭാഗതയെ തന്നെ നിർണ്ണയിക്കുന്ന ഈ തീരുമാനം എടുക്കേണ്ടത്. ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്നു എന്നുള്ളതാണ് ആത്യന്തികമായ പ്രശ്നം. ഗോപാലകൃഷ്ണനും ബി.ജെ.പിക്കും ഈ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നമാണത്, ന്യൂനതയാണത്. അത് പരിഹരിക്കാൻ അങ്ങ് തന്നെ ശ്രമിക്കുക. പിന്നെ അങ്ങ് പറയുകയാണ് ഈ മറ്റേ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ 60,000 പേരേ ഉള്ളൂ, അവിടെ 18 ലക്ഷം പേരേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് നിങ്ങൾ MP വേണ്ടാന്ന് വിചാരിക്കുമോ? ലക്ഷദ്വീപിലുണ്ടല്ലോ സമാന സാഹചര്യം ഉണ്ടല്ലോ. ലക്ഷദ്വീപിലും MP വേണ്ടാന്ന് നിങ്ങൾ വിചാരിക്കുമോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിൽ 4 ലക്ഷമാണ് ആവറേജ് വോട്ടർമാർ. അപ്പോൾ അരുണാചൽ പ്രദേശിൽ മുഴുവനായിട്ട് ഒറ്റ ലോക്സഭയാക്കി മാറ്റുമോ? ഇന്ത്യയുടെ വ്യത്യസ്തകളും ഇന്ത്യയുടെ ഡൈനാമിക്സും തിരിച്ചറിയാത്ത, ദീർഘവീക്ഷണമില്ലാത്ത, ഈ രാജ്യം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് ഒരു ബോധവുമില്ലാത്ത ഒരു ഭരണ പാർട്ടിയുടെ വക്താവിൻ്റെ വാക്കുകളാണിത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. നോക്കൂ, ഇവിടെ കണ്ടമാനം ഡൈനാമിക്സ് ഇതിനകത്തുണ്ട്. ആ ഡൈനാമിക്സ് വർക്കൗട്ട് ചെയ്യണം. ആ ഡൈനാമിക്സ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഫോർമുല വേണം.
അതല്ലാതെ കൊട്ടത്താപ്പിന് 50% കൂട്ടിക്കോ എന്നുള്ളതല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഡീലിമിറ്റേഷൻ വേണ്ട ഫോർമുല. അതല്ലാത്ത രീതിയിൽ നമ്മുടെ കാലാകാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾക്കും അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള വെൽഫെയർ സ്കീമിനും അനുസരിച്ച് പെർഫോമൻസിനനുസരിച്ച് അതിന് ഒരു കൃത്യമായ ഫോർമുല ഉണ്ടാക്കുക. ആ ഫോർമുല ഉണ്ടാക്കിയിട്ട് ആ ഫോർമുല ചർച്ച ചെയ്യും. അതല്ലല്ലോ പകരം എവിടെയോ നിന്നുകൊണ്ട് പറയാണ് ഞങ്ങൾ കേരളത്തിന് 10 സീറ്റ് അങ്ങ് തന്നേക്കാം. അങ്ങനെയാണോ? ഇനി നമ്മുടെ ഏകദേശം ഒരു 50-100 വർഷത്തെ ഭാവി നിർണ്ണയിക്കുന്ന തീരുമാനം അങ്ങനെയാണോ? പാർലമെന്റിന് പുറത്ത് നിയമത്തിന്റെ ഭാഗമല്ലാതെ കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു 50% അങ്ങ് തന്നേക്കാം. അങ്ങനെയാണോ പാർലമെന്റ് എണ്ണം കൂട്ടേണ്ടത്? ഇത് അടിസ്ഥാനപരമായിട്ട് ഞാൻ സൂചിപ്പിച്ചതെല്ലാം രാജ്യത്തെ വോട്ടർമാരുടെയും ജനങ്ങളുടെയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശത്തെ കുറിച്ചാണ്. പക്ഷേ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും ഈ സർക്കാരും പറയുന്നത് കേവല രാഷ്ട്രീയം മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് വനിതാ സംവരണ ബില്ല് ഇവർ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്.